രണ്ടും ഒന്നും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇപ്പൊ 2 സ്ത്രീകൾ കയറിയതിന് നാടാകെ ഹർത്താലിന് പുറപ്പെട്ടവർക്ക്, അതിന്റെ പിന്നാലെ ഒരു സ്ത്രീ കയറിയതിന് ഹർത്താലില്ലേ? ഇനി ഏതെങ്കിലും സ്ത്രീ കയറിയാൽ അപ്പോഴും ഹർത്താൽ ഉണ്ടാവുമോ? കാരണം സ്ത്രീകളിപ്പോ അവിടെ കയറിയില്ലേ. ഇവിടെ എന്തൊക്കെയായിരുന്നു വർത്താനം? ഏതെങ്കിലും സ്ത്രീ കയറിയെങ്കിൽ ആത്മാഹുതി ഏത് കളയെന്ന് പറഞ്ഞ നേതാവ് വരെ ഇവിടെയുണ്ട്. നമ്മളാരുടെ ആത്മാഹുതി ഒന്നും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. എന്നാലും ആ പരിഹാസ്യത നമ്മൾ ആലോചിക്കണമെന്ന് മാത്രം. വാളിങ്ങനെ ഉയർത്തിപ്പിടിച്ച് ആക്രമിക്കാൻ ചെന്ന, നാട്ടുകാരെ ഭയപ്പെടുത്താൻ ചെന്നയാള് ഓടുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? അത്രയേ ഉള്ളൂ ഇവരുടെ എല്ലാം ശൂരവീര പരാക്രമം. നാട്ടുകാരൊന്ന് ആഞ്ഞ് ഇവരുടെ നേരെ ചെന്നപ്പോ അപ്പോ ഓടുന്ന കാഴ്ചയാണ് കണ്ടത്. സാധാരണ നമ്മൾ പറയില്ലേ, നൂലുമേൽ കെട്ടിത്താഴ്ത്തുക. അങ്ങനെ ശബരിമല ഇറങ്ങിയവരല്ല. സാധാരണ ശബരിമലയിൽ പോകുന്ന വഴി എന്താണോ ആ വഴിയിലൂടെ തന്നെ നടന്നാണ് അവർ പോയത്. ശബരിമലയുടെ പേരിൽ സമരം നടത്തുന്ന ആളുകളെ, സംഘപരിവാര രാഷ്ട്രീയക്കാരെ മുഖ്യമന്ത്രി പരിഹസിക്കുന്നതാണ് കേട്ടത്. പൊതുവിൽ ഇടത് കേന്ദ്രങ്ങൾ അതിരൂക്ഷമായ പരിഹാസമാണ് ശബരിമല വിഷയത്തിൽ ഇതുപോലെ BJP സംഘപരിവാര കേന്ദ്രങ്ങൾക്കെതിരെ ഇങ്ങനെ ഉന്നയിക്കുന്നത്. ഈ പരിഹാസം കേൾക്കാൻ വയ്യാത്തത് കൊണ്ടുകൂടെ ആയിരിക്കണം ഇന്നലത്തെ പോലെ ഇന്നും BJP നേതാക്കൾ ചർച്ചയ്ക്ക് വരാൻ തയ്യാറായിട്ടില്ല. നേതാക്കളിൽ പലരെയും വിളിച്ചെങ്കിലും മാധ്യമ ചർച്ചകൾ ബഹിഷ്കരിക്കുന്നു എന്നതാണ് അവരുടെ തീരുമാനം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ചർച്ചയിലും അവരില്ല. യുവതീ പ്രവേശനത്തിൽ തെറ്റൊന്നുമില്ല എന്ന് V മുരളീധരൻ പറഞ്ഞത് ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. ദേശീയ തലത്തിൽ ഇതുപോലെ BJPക്ക് മാത്രമല്ല കോൺഗ്രസിനും വേറെ നിലപാടാണ് എന്നതും CPM വിമർശ വിധേയമാക്കുന്നുണ്ട്, നാട്ടുകാർക്ക് അറിയുകയും ചെയ്യാം. സോണിയാഗാന്ധി കേരളത്തിലെ നേതാക്കളെ തിരുത്തി എന്ന വാർത്തയും ഇന്ന് വന്നു. പക്ഷേ ആ വാർത്തയെ തള്ളിക്കളയുന്ന നിലപാടും ഇന്നും സഭയ്ക്കകത്തേക്ക് നേതാക്കൾ കറുത്ത ബാൻഡ് കെട്ടിക്കൊണ്ട് പോകുന്ന കാഴ്ചയും കണ്ടു. ഇതെല്ലാം ചേർന്നാണ് ഇന്നത്തെ ചർച്ച മുന്നോട്ട് പോവുക. സ്വാഗതം. ഇന്ന് പ്രേക്ഷകരോടുള്ള ചോദ്യം കോൺഗ്രസിനെ കുറിച്ചാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട് ദേശീയ നേതൃത്വം തള്ളിയോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും അറിയിക്കാം. സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ MN കാരശ്ശേരി, അദ്ദേഹം കോഴിക്കോട് നിന്ന് ഈ ചർച്ചയിൽ ചേരും. ശ്രീ PM മനോജ്, ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ, അദ്ദേഹം തിരുവനന്തപുരം സ്റ്റുഡിയോയിലാണുള്ളത്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, കോൺഗ്രസ് നേതാവ്, അദ്ദേഹവും ഈ ചർച്ചയിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ചേരും. 3 പേരിലേക്കും വരാം ചർച്ചയിലേക്കും ഇടവേളയ്ക്ക് ശേഷം. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ശ്രീ PM മനോജ്, ശ്രീ MN കാരശ്ശേരി എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, രാഹുൽ ഗാന്ധിക്ക് ശബരിമല വിഷയത്തിൽ മറിച്ചൊരു അഭിപ്രായമുണ്ട് എന്നെല്ലാവർക്കും അറിയാവുന്നതാണ്, അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇന്നലെ സോണിയാഗാന്ധി തന്നെയും സഭയ്ക്കകത്തെ നിങ്ങളുടെ കറുത്ത ബാഡ്ജ് ധരിച്ചുള്ള പ്രകടനത്തെ എതിർത്തു എന്ന വാർത്ത ഉണ്ട്. ആ വാർത്ത നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസിനാൽ, പക്ഷേ അപ്പോഴും ആ വാർത്തയുണ്ട്. അതോട് ചേർന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറി കേരളത്തിലെ കോൺഗ്രസ് ഒരു പ്രത്യേക കേരള കോൺഗ്രസ്സായി മാറുകയാണ്, ദേശീയ നേതൃത്വത്തിന്റെ നിലപാടിനെ തള്ളിക്കളയുകയാണ് എന്ന ആക്ഷേപം, വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. എങ്ങനെ കാണണം ഇതിനെ? നിങ്ങൾ ദേശീയ നേതൃത്വത്താൽ എതിർക്കപ്പെടുന്നുണ്ടോ? കോടിയേരി ബാലകൃഷ്ണന്റെ ആ ഒരു പ്രസ്താവന അടിസ്ഥാനരഹിതമാണ്. മാത്രമല്ല ഇതിനകത്ത് പിൻകൊണ്ടുവന്ന ആണ് മാർക്സിസ്റ്റ് പാർട്ടി തുടക്കം മുതലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരള കോൺഗ്രസിന്റെ വികാരങ്ങളെ മാനിക്കുകയും കേന്ദ്ര നേതൃത്വം മാനിക്കുകയും ഇവിടുത്തെ വിശ്വാസികളുടെ സെന്റിമെന്റ്സ് അനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു അനുവാദം ഞങ്ങൾക്ക് നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം തന്നെ ഹൈക്കമാൻഡിനെയും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനെ നേതാക്കന്മാരെ ഇവിടുത്തെ ഈ ശബരിമല യുവതി പ്രവേശനമുണ്ടായുള്ള യുവ വിശ്വാസികളുടെ സെന്റിമെന്റ്സ് ധരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കേരളത്തിന്റെ ഒരു പൊതുവികാരവും വിശ്വാസികളുടെ വികാരവും കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന് ഇവിടുത്തെ സാഹചര്യം വെച്ച് തീരുമാനമെടുക്കാമെന്ന് നേരത്തെ തന്നെ ഞങ്ങൾക്ക് വേണ്ട അനുവാദം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ സമാധാനപരമായ രീതിയിൽ വിശ്വാസികൾക്കൊപ്പം നിന്ന് ഈ വിഷയത്തിൽ ഞങ്ങൾ നിലപാടെടുത്തിട്ടുള്ളത്.
പക്ഷേ കോടിയേരി ബാലകൃഷ്ണനായിരുന്നാലും CPM ആയിരുന്നാലും തുടക്കം മുതൽ തന്നെ കോൺഗ്രസിനെ ഏത് വിധേനയും ഇവിടെ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, കോൺഗ്രസ് CPM മറ്റും മുന്നോട്ട് വെക്കുന്ന അവരുടെ രാഷ്ട്രീയ എതിരാളികളോടുള്ള എതിർപ്പാണ് എന്ന് വെക്കാം. പക്ഷേ നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാടിനോടൊപ്പമല്ല രാഹുൽ ഗാന്ധിയും ദേശീയ നേതൃത്വവും എന്ന കാര്യം അവിടെ ഉണ്ട്. അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അത് തങ്ങൾക്ക് പക്ഷേ ഈ നിലപാടുമായി മുന്നോട്ട് പോകാനുള്ള അനുവാദമുണ്ട് എന്നാണല്ലോ താങ്കളടക്കമുള്ള ആളുകൾ അതിനെ ന്യായീകരിക്കുന്നത്. അതവിടെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെയും ഈ പാർലമെന്റിനകത്ത് കറുത്ത ബാഡ്ജും ധരിച്ചു ചെന്ന് പ്രതിഷേധിക്കാനുള്ള നിലപാട് അതിനോട് നോ പറഞ്ഞു സോണിയാഗാന്ധി എന്ന വാർത്തയുണ്ടല്ലോ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൽ. അത് ശരിയായതല്ല എന്നാണോ പറയുന്നത്? ഞാൻ കൊടിയേരിക്കുന്ന കാര്യത്തിന് മറുപടി പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് കയറി. എന്തായാലും ആ വിഷയത്തിൽ ഞാൻ വരാം. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് പാർലമെന്റിൽ ഇന്നലെ കേരളത്തിൽ കരിദിനമായിരുന്നു, UDF കരിദിനമായിരുന്നു. ഞങ്ങൾ UDF MPമാരെല്ലാം തന്നെ ഇന്നലെ കരിദിനത്തിന്റെ ഭാഗമായി ഞങ്ങൾ കറുത്ത റിബൺ കൈകളിൽ കെട്ടി ഗാന്ധി സ്റ്റാച്യൂന് മുന്നിൽ പ്രതിഷേധം ഞങ്ങൾ അറിയിച്ചിട്ടാണ് സഭയ്ക്കകത്ത് ചെന്നത്. സഭയ്ക്കകത്ത് വരുമ്പോൾ സോണിയാജി ഗാന്ധി 11 മണിക്ക് പാർലമെന്റ് തുടങ്ങിയെങ്കിലും സോണിയാജി വന്നത് 12 മണിക്കാണ്. രാവിലത്തെ 1 മണിക്കൂർ അവർ സഭയിൽ വന്നില്ല. ആ 12 മണിക്ക് സോണിയാഗാന്ധി വരുന്ന ഗേറ്റിൽ ചെന്ന് അവരെ റിസീവ് ചെയ്ത് സഭയിൽ കൊണ്ടുവന്നത് ഞാനാണ്. അപ്പൊ എന്റെ ഈ കറുത്ത റിബൺ കൈ ഞാൻ കെട്ടിയിരിക്കുകയായിരുന്നു. സോണിയാജി എന്നോടൊന്നും ചോദിച്ചില്ല. സഭയിൽ വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും സോണിയാജിയിൽ നിന്ന് ഞങ്ങൾ കേരളത്തിലെ കാര്യങ്ങൾ സംസാരിച്ചു, ഞങ്ങളുടെ അവിടുത്തെ വിഷയങ്ങൾ സംസാരിച്ചു. അപ്പോഴൊന്നും ഈ കറുത്ത തുണി കെട്ടി ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അവര് സോണിയാജി അപ്പോഴൊന്നും ഒരു വിഷയം ഞങ്ങൾ ചോദിച്ചില്ല. അതിനുശേഷം സഭ തിരിഞ്ഞതിന് ശേഷം സോണിയാജിയെ കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. ഞങ്ങൾ കൊണ്ട് അവരുടെ കാറിന്റെ അതുവരെ ഞങ്ങൾ കൂടെ നടന്നു ചെന്നു. ഞാനുണ്ടായിരുന്നു, KC വേണുഗോപാൽ ഡെപ്യൂട്ടി ചീഫ് വിപ്പ് ഉണ്ടായിരുന്നു, KPC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അപ്പോൾ ഞങ്ങളുടെ കൈകളിൽ ഈ കറുത്ത റിബൺ ഞങ്ങൾ കെട്ടിയിരിക്കുകയായിരുന്നു. ആ സമയത്ത് സോണിയാഗാന്ധി ഞങ്ങളോട് യാതൊരു തരത്തിൽ ശാസിക്കുകയോ ശകാരിക്കുകയോ ഇതിവിടെ പാടില്ല, ഇത് അവിടെ അയക്കോ എന്നൊക്കെ മാധ്യമങ്ങളിൽ വന്ന അല്ലെങ്കിൽ ഓൺലൈനിലും മാധ്യമങ്ങളൊക്കെ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഇത് എങ്ങനെ ഉണ്ടായത് ഞാൻ പറയാം. ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു പത്രത്തിൽ ഒരു മലയാളിയായ മാധ്യമ പ്രവർത്തകയാണ് ഈ സ്റ്റോറി ചെയ്തിരിക്കുന്നത്. അത് ആർക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. അത് പിണറായി വിജയന് വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില MPമാർ ആ മാധ്യമ പ്രവർത്തകരെ തെറ്റായി അവരെ ധരിപ്പിച്ച് ഒരു വാർത്ത ഫാബ്രിക്കേറ്റ് ചെയ്യാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഇന്ന് ലോക്സഭയിൽ നടന്നതാണ്, സോണിയാഗാന്ധി ലോക്സഭയിൽ ഇരിക്കുമ്പോഴാണ് KC വേണുഗോപാൽ കോൺഗ്രസിന്റെ ലോക്സഭയിലെ ഡെപ്യൂട്ടി ചീഫ് KC വേണുഗോപാൽ ശബരിമലയിലെ യുവതി പ്രശ്നവും ഇന്നലെ നടന്ന അക്രമങ്ങളും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളും ഇന്ന് ലോക്സഭയിൽ ഉന്നയിച്ചത് KC വേണുഗോപാലാണ്. സോണിയാഗാന്ധി സഭയിൽ ഇരിക്കുമ്പോഴാണ് KC വേണുഗോപാൽ ഈ വിഷയം ഉന്നയിച്ചത്. എന്താ സോണിയാഗാന്ധി തടസ്സപ്പെടുത്തിയില്ലല്ലോ, അല്ലെങ്കിൽ തടഞ്ഞില്ലല്ലോ. സോണിയാഗാന്ധി വേണുഗോപാലിനോട് പറഞ്ഞില്ല അതുകൂടെ ഉന്നയിക്കട്ട എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ തന്നെ ഈ വാർത്ത ആരുണ്ടാക്കി? ഈ വാർത്ത ഉണ്ടാക്കിയത് ശബരിമല യുവതികളെ കയറ്റി ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട പിണറായി വിജയന്റെ വികൃതമായ മുഖം രക്ഷിക്കാൻ വേണ്ടി ചില മാർക്സിസ്റ്റ് MPമാർ ഡൽഹിയിലെ ചില മാധ്യമ പ്രവർത്തകരെ കൂട്ടുപിടിച്ച് അവരുണ്ടാക്കിയ ഒരു തെറ്റായ വാർത്തയാണ് ഈ ചാനലുകൾ വന്നത്. തെറ്റായ വാർത്തയാണ് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ വന്നത്. ആ വാർത്ത എടുത്താണ് ഇവിടുത്തെ ചാനലുകളും നവമാധ്യമങ്ങളും കോൺഗ്രസിനായി ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതാണ് ഞാൻ തിരിച്ചു വരാം. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഒന്ന് ഞാൻ മറ്റു അതിഥികളിലേക്ക് കൂടെ പോയതിനു ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ PM മനോജ്, അങ്ങനെ ഒരു വാർത്ത ശരിയായതല്ല. അങ്ങനെ ഒരു എതിർപ്പ് സോണിയാഗാന്ധി അടക്കമുള്ള ആളുകൾക്കില്ല. അതുകൊണ്ട് തന്നെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് വഴിമാറിയിട്ടുള്ള മുന്നോട്ടു പോക്കാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റേത് എന്ന കോടിയേരിയുടെ അടക്കമുള്ള വിമർശനം നിലനിൽക്കുകയില്ല എന്നാണ് ശ്രീ കൊടിക്കുന്നിൽ പറയുന്നത്. അല്ല, ദേശീയ
ഹർത്താൽ നടത്തുന്നു, അക്രമം നടത്തുന്നു. ആ സമയത്ത് കോൺഗ്രസ് എന്താ ചെയ്തത്? കോൺഗ്രസ് ഈ ബി ജെ പിയുടെ അക്രമത്തെ അപലപിക്കുകയല്ല ചെയ്തത്. ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കരിദിനം നടത്തി. ആ കരിദിനം നടത്തുക മാത്രമല്ല, ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തടയാനും അദ്ദേഹത്തിന്റെ സഞ്ചാരം തടസ്സപ്പെടുത്തി ചാടി വീണ് സഞ്ചാരം തടസ്സപ്പെടുത്താനും ക്രമസമാധാന പ്രശ്നമുണ്ടാക്കാൻ ബി ജെ പി ശ്രമിച്ച അതേ വഴിയിലേക്ക് കോൺഗ്രസ് പോയി. ഞാൻ പറയുന്നത് ഇതൊന്നും ഒരു ഘട്ടത്തിലും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം സബ്സ്ക്രൈബ് ചെയ്ത നയമല്ല. കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് രാഹുൽ ഗാന്ധി, കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റാണ് സോണിയാഗാന്ധി. ഈ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടോ സുപ്രീം കോടതി ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഒരൊറ്റ നിമിഷം. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, അങ്ങനെ അദ്ദേഹം സംസാരിക്കുന്നതിനിടയിൽ താങ്കൾ സംസാരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഇത് രണ്ടും പുറത്തേക്ക് കേൾക്കുന്നില്ല എന്താണ്? താങ്കൾ ടെലിഫോണിലായതുകൊണ്ട് ടി വി കാണാൻ പറ്റാത്തതുകൊണ്ടാണ് രണ്ട് സംസാരവും പുറത്തേക്ക് എത്താത്തൊരു സാങ്കേതിക പ്രശ്നം ഞങ്ങൾ അനുഭവിക്കും ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. അതുകൊണ്ട് എന്റെ ചോദ്യം ഞാൻ ഒന്നുകൂടെ താങ്കളോട് വ്യക്തമാക്കാം. ശ്രീ പി എം മനോജ്, ഞാൻ തിരിച്ചു വരാം. ശ്രീ കാരശ്ശേരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഇവിടെ നിങ്ങൾ കറുത്ത ബാഡ്ജുമായി നിയമ
പാർട്ടിക്ക് രണ്ട് അഭിപ്രായം ഉണ്ടാവുക. അതിനെയാണ് ഞങ്ങളൊക്കെ അവസരവാദം എന്ന് പറയാം. BJPയിലും കോൺഗ്രസിലും കാണുന്നത് കൃത്യമായ അവസരവാദമാണ്. പിന്നെ PM മനോജ് പറഞ്ഞ ഒരു നിലപാടിനോട് എനിക്ക് പൂർണ്ണമായി യോജിപ്പാണ്. കേരളത്തിൽ BJP അനുകരിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. BJP ചെയ്യുന്നത് ചെയ്യുക, പറയുന്നത് പറയുക, എന്നിട്ട് വോട്ട് ബാങ്കിനെ പ്രകോപിപ്പിക്കാതെ നോക്കുക എന്നുള്ള വളരെ അവസരവാദപരമായ ജനാധിപത്യ വിരുദ്ധമായ കൊണ്ടുവരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതാണ് അപ്പോഴും ആ ചോദ്യം നിൽക്കും ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. അതായത് സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ നിയമം കൊണ്ടുവരിക എന്ന് വെച്ചാൽ ഈ ബാബരി മസ്ജിദ് പോലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിലെല്ലാം ഇത് ആയുധമാക്കുകയില്ലേ BJPയും സർക്കാരും ഒക്കെ? അപ്പോൾ അത് ദീർഘവീക്ഷണത്തോടെ കണ്ടാൽ വലിയ അപകടം പിടിച്ച ആവശ്യമാണ് എന്ന തോന്നൽ ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? അല്ല, ശബരിമലയും ബാബറി മസ്ജിദും രണ്ടായിട്ടേ കാണാവൂ. അത് രണ്ടും കൂട്ടി ബാബറി മസ്ജിദിന്റെ വിഷയം എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന സ്ഥലത്തിന്റെ ഡിസ്പ്യൂട്ടാണ്. ആ ബാബറി മസ്ജിദ് സ്ഥലവുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ടാണ് സുപ്രീം കോടതിയുടെ മുന്നിലുള്ളതും അതുപോലെ തന്നെ മുസ്ലിം മുന്നിലും അത് തർക്ക വിഷയമായിട്ടുള്ളതാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും വിഷയമാണ്. കൂട്ടിക്കുഴയ്ക്കരുത്. അത് രണ്ടും രണ്ടാണ് എന്ന കാര്യം സനീഷ് മറന്നുകൊണ്ടാണ് സനീഷ് സംസാരിച്ചത്. ശരിയല്ല, ഡിസ്പ്യൂട്ടാണ്. അതായത് ബാബരി മസ്ജിദ് എന്ന സ്ഥലത്ത് വേറൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു, രാമക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ള തർക്കഭൂമിയാണ്. ഇവിടെ തർക്കമല്ല. ഇവിടെ നിലനിൽക്കുന്ന നൂറ്റാണ്ടുകാലം നിലനിൽക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിന്റെ മേൽ സുപ്രീം കോടതി കൈകടത്തിയിരിക്കുന്നു. അത് അതിജീവിക്കാൻ വേണ്ടി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസികളും വിശ്വാസമാണ്. അതിനുവേണ്ടി നിയമനിർമ്മാണം നടത്തണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അതാണെങ്കിലും ബാബരി മസ്ജിദ് രണ്ട് മതങ്ങൾ ഉൾച്ചേർന്ന് കിടക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് കുറെ കൂടെ ഗൗരവമാവില്ല എന്ന സംശയം എനിക്കുണ്ട്. അത് ഞാൻ ശ്രീ PM മനോജ് ചോദിക്കാം. ശ്രീ PM മനോജ്, ഇവിടെ അതൊരു സിവിൽ ഡിസ്പ്യൂട്ടാണ്. ഇവിടെ പക്ഷെ ഒരു ആചാര വിശ്വാസ സംരക്ഷണമാണ്. ഇവിടെ രാജ്യത്ത് വിശ്വാസികളാകെ തന്നെയും ഈ നാട്ടിൽ വലിയ തോതിൽ പ്രതിഷേധവുമായിട്ടൊക്കെ ഇറങ്ങുമ്പോൾ
കോൺഗ്രസ് അക്കാര്യം നിയമനിർമ്മാണം വേണമെന്ന് ആവശ്യപ്പെടുന്നത് നല്ല തോതിൽ ആലോചിച്ചിട്ട് തന്നെയാണ്. സിവിലായാലും ക്രിമിനലായാലും ഭൂമിയായാലും ആചാരമായാലും കോടതിക്ക് മുന്നിലെത്തുക ഡിസ്പ്യൂട്ട് തന്നെയാണ്. ആ ഡിസ്പ്യൂട്ടിലാണ്, തർക്കത്തിലാണ് കോടതി തീരുമാനമെടുക്കുക. അങ്ങനെ കോടതി എത്തുന്ന ഒരു തീരുമാനത്തെ മറികടക്കാൻ ഓർഡിനൻസ് ആയാലും നിയമനിർമ്മാണമായാലും BJP അത് ചെയ്യുമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ തങ്ങൾക്ക് അത്തരമൊരു ആഗ്രഹം നടപ്പാക്കിയെടുക്കാനുള്ള നരേന്ദ്രമോദിയാണ് എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ? അതാണ് എന്റെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ യാക്കോബായ ഓർത്തഡോക്സ് സഭയുടെ ഒരു മര്യാദ കാണിക്കാൻ പറയും സനീഷ്. യാക്കോബായ ഓർത്തഡോക്സ് സഭയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ സുപ്രീം കോടതി വിധി ഉണ്ടായപ്പോൾ ആ വിധി ഓർത്തഡോക്സ് സഭയ്ക്ക് നടപ്പാക്കി കൊടുക്കാതെ മര്യാദ കാണിക്കാൻ പറയും അദ്ദേഹത്തോട്. ശരി, ശ്രീ കൊടിക്കുന്നിൽ ഒരു നിമിഷം ഒരു ചോദ്യം കൂടെ താങ്കൾ ഉന്നയിച്ചു. അതിനുള്ള മറുപടി അദ്ദേഹത്തിന് നൽകാനുള്ള സമയം കൊടുക്കണം. ശ്രീ കൊടിക്കുന്നിൽ താങ്കൾ ഒരു അല്പം അത് കേട്ടു നിൽക്കണം. ഞാൻ CPM മനോജിനോട് ആ ചോദ്യം കൂടെ ഉന്നയിക്കാം. CPM മനോജ് യാക്കോബായ ഓർത്തഡോക്സ് വിഷയം കൂടെ അദ്ദേഹം മുന്നോട്ട് ആ മറുപടിയൊക്കെ ഈ ഓർത്തഡോക്സ് സഭയുടെ മറുപടിയൊക്കെ 10,000 പ്രാവശ്യം ചർച്ചയിൽ കേട്ടതാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നതുമാണ്. ഇനിയിപ്പോ ഞാൻ പറയാൻ വരുന്ന കാര്യം ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അല്ല കൊടിക്കുന്നിൽ ഇടയിൽ കയറുകയാണെങ്കിൽ ഞാൻ ഇനി പറയുന്നില്ല. കാരണം ഇത് ഇവിടെ വന്നിരുന്നിട്ട് ഈ കുപ്പായം പറയാനുള്ളൂ. ഇദ്ദേഹം ഇങ്ങനെ ചില ചർച്ചകൾ ഇങ്ങനെയാണ്. ഇടയ്ക്ക് കയറി സംസാരിച്ചാലൊക്കെ മാത്രമേ ആ പ്രതിഷേധവും ബഹളവും ഒക്കെ പുറത്തേക്ക് എത്തുകയുള്ളൂ. പക്ഷേ ഇവിടെ അത് ആവശ്യമില്ല. ശ്രീ കൊടിക്കുന്നിൽ, നമ്മുടെ ചർച്ചയ്ക്ക് 1 മണിക്കൂർ സമയമുണ്ട്. നമ്മൾ 3 പേർ മാത്രമേ ഉള്ളൂ. ആവശ്യത്തിലുള്ള സമയമുണ്ട്. താങ്കൾക്ക് നല്ല രീതിയിലുള്ള നിലപാട് പറയാനുള്ള സമയം കിട്ടും. കാരണം താങ്കളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന ആൾ. അതുകൊണ്ട് ഒരല്പം ശ്രീ PM മനോജിന് പറയാനുള്ള അവസരം കൊടുക്കണം. ഈ ടെലിവിഷനിലൂടെ കേൾക്കുമ്പോൾ വല്ലാത്ത തോതിൽ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നുണ്ട്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഒരു നിമിഷം അദ്ദേഹം പറയുന്നത് ശരിയെങ്കിൽ താങ്കൾ പറയും. മനോജ് പറയുമ്പോൾ മനോജിന്റെ പാർട്ടിയും മനോജിന്റെ ഗവൺമെന്റും സ്വീകരിച്ചിരിക്കുന്ന ഇരട്ടത്താപ്പ് അതുകൂട്ടി അവർ ഓർക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഓർത്തഡോക്സ് സുപ്രീം കോടതി. ശരി, ഒരു നിമിഷം, ഒരു 2 മിനിറ്റിലേക്ക് തരണം. താങ്കൾ 2 മിനിറ്റ് ഇടപെടരുത്. പറയൂ സനീഷ്, എനിക്കൊരു ഉറപ്പ് വേണം. ഇതുപോലെ ഇറിറ്റേഷൻ തുടരുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ചയിൽ കാര്യമില്ല. ദേശീയ നേതാവെന്നൊക്കെയാണ് പറയുന്നത്. ഒരു മിനിമം മര്യാദ വേണ്ടേ ചർച്ച നടക്കുമ്പോൾ? ഞാൻ പറഞ്ഞു വന്നത്, ഈ ഓർഡിനൻസോ നിയമനിർമ്മാണമോ വേണമെന്ന് നരേന്ദ്രമോദിയോട് ആവശ്യപ്പെടാൻ എന്താണ് ഇവർക്കുള്ള അടിസ്ഥാനം? നരേന്ദ്രമോദി ഇവർ വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ BJP കേരളത്തിൽ കഴിഞ്ഞ ദിവസമൊക്കെ അക്രമം നടത്തിയത് ആരാണെന്ന് നമുക്കറിയാം. ആ അക്രമത്തിൻ്റെ ഒക്കെ നേതാവാണ് നരേന്ദ്രമോദി, അല്ലെങ്കിൽ അക്രമികളുടെ നേതാവ്. അങ്ങനെ ഒരു നരേന്ദ്രമോദിയെ ആശ്രയിച്ച് ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് കരുതുന്നവരാണോ കോൺഗ്രസ്സുകാർ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, സോണിയാഗാന്ധി പറഞ്ഞിട്ടില്ല, പക്ഷെ ഇവരിത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ 2 നയം, ശ്രീ MN കാരശ്ശേരി പറഞ്ഞത് ശരിയാണ്. അവസരവാദം, ഇരട്ടമുഖം, ഇരട്ടത്താപ്പ്, അതാണ് കോൺഗ്രസ് എല്ലാ കാര്യത്തിലും എടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ദയനീയ അവസ്ഥയിലെത്തിയത്. ഇവരിപ്പോൾ പറഞ്ഞല്ലോ BJPക്ക് കൊണ്ടുകൊടുക്കാനാണെന്ന്. ആരാ കൊണ്ടുകൊടുത്തത്? ആരാണ് രാമൻ നായർ? ആരാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ? അവിടെ ഇവിടെ കയ്യാലപ്പുറത്ത് നിന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ ആരാണ് പ്രമീള ദേവി? CPMകാരൊന്നുമല്ല. അവരൊന്നും CPMകാർ ഉന്തി കൊണ്ടുപോയി കോൺഗ്രസിൽ BJPയിൽ എത്തിച്ചതുമല്ല. അപ്പോൾ BJPയെ ചെറുക്കാൻ, അല്ലെങ്കിൽ BJPയുടെ വളർച്ച തടയാൻ BJPയേക്കാൾ വൃത്തികെട്ട വർഗീയവാദികളായി സ്വയം മാറണം എന്ന് കരുതുന്ന കോൺഗ്രസ്സുകാരുടെ പേക്കൂത്തല്ലേ ഇവിടെ കാണുന്നത്? അതല്ലേ ശ്രീധരൻപിള്ള പറഞ്ഞത്? തൊട്ടടുത്ത ദിവസം രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായമാകുന്നു. BJPയുടെ ഹർത്താൽ കോൺഗ്രസിൻ്റെ കരിദിനമാകുന്നു. 2 തവണയാണ്. ഇത്രയും ദിവസം അക്രമം നടന്നല്ലോ. ശബരിമലയിൽ ഇവർ പറയുന്നത് വിശ്വാസികൾക്കൊപ്പമാണെന്ന്. ആ വിശ്വാസികളാണോ അവിടെ ഈ അക്രമം മുഴുവൻ നടത്തിയത്? വത്സൻ തില്ലങ്കേരി തിരിഞ്ഞു നിന്നത് വിശ്വാസിയായിട്ടാണോ? അല്ലല്ലോ. ഈ BJPക്കോ സംഘപരിവാറിനോ അവരുടെ അക്രമങ്ങൾക്കോ എതിരെ കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഈ നിമിഷം വരെ ഒരക്ഷരം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ശരി, കേട്ടിട്ടില്ലല്ലോ. അപ്പൊ ഇവർക്ക് ആളെ പിടിച്ചു നിർത്തണമെങ്കിൽ BJPയേക്കാൾ വലിയ വർഗീയവാദിയാകണമെന്ന് ഇവരുടെ തെറ്റായ ധാരണ. ഇവർക്ക് നെഹ്റു ഇല്ല, ഇവർക്ക് ഗാന്ധിയില്ല, ഇവർ നവകാരി ഓർമ്മയില്ല. ശ്രീ കാരശ്ശേരി 23-നും 24-നും കാര്യം പറഞ്ഞല്ലോ, കേളപ്പൻ്റെ കാര്യം പറഞ്ഞല്ലോ. ആരാണ് കേളപ്പനെന്ന് ചോദിച്ചു നോക്ക്, അറിയില്ല. അതാണ് ഈ കോൺഗ്രസിൻ്റെ അവസ്ഥ. ആ ദയനീയ അവസ്ഥയാണ് ഇന്ന് ഈ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഈ അനവസരത്തിലുള്ള അനാവശ്യമായ ഇടപെടലുകളിലും അസഹിഷ്ണുതയിലും പോലും തെളിഞ്ഞു കാണുന്നത്. താങ്കളിലേക്ക് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഇവിടെ
ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഇവിടെ കേന്ദ്ര സർക്കാരിൽ വിശ്വാസം അർപ്പിക്കുന്നത് ശരിയായ രാഷ്ട്രീയ നിലപാടല്ല എന്ന് വിമർശിക്കുന്നു CPM. നിങ്ങൾ CPM-നെ പൂർണ്ണമായിട്ട് അംഗീകരിച്ച് അവരുടെ വിമർശനത്തെ അംഗീകരിക്കണമെന്നല്ലേ പറയുന്നത്. പക്ഷേ ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വലിയ അതിക്രമങ്ങളും സംഭവങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് നാട്ടിലെ ആൾക്കാർക്കെല്ലാം അറിയാം. പക്ഷേ അതിക്രമ സംഭവങ്ങൾ ആ സമരം നടത്തുന്ന മറ്റു ഭാഗത്തുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. BJP പ്രവർത്തകരടക്കമുള്ള ആളുകൾ വലിയ തോതിലുള്ള ഈ സംഘർഷാത്മകമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നടപ്പാക്കുന്ന BJP-യുടെ നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹത്തോട് ചെന്ന് കേന്ദ്ര സർക്കാരിനോട് ചെന്ന് നിയമം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുന്നത് അവിടെ ദേശീയ നേതൃത്വത്തിൽ കോൺഗ്രസിനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ആ തരത്തിലുള്ള എതിർപ്പ് കൂടെ നിങ്ങളോടുണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അത് ശരിയായൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ടല്ലോ, എങ്ങനെ വിശദീകരിക്കും? എനിക്ക് മനോജിന്റെ വിശകലനം കേട്ടപ്പോൾ അപ്പോൾ ശരി വരികയാണ്. കാരണം നരേന്ദ്രമോദിയും പിണറായിയും തമ്മിൽ അടുപ്പിക്കുന്ന പാലമാണ് ലോക്നാഥ് ബെഹ്റ. ആ ലോക്നാഥ് ബെഹ്റ ഇപ്പോൾ CBIയുടെ ഡയറക്ടർ ആക്കാനുള്ള ഷോർട്ട് ലിസ്റ്റിൽ ലോക്നാഥ് ബെഹ്റ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വെറുതെയല്ല. ഞങ്ങളുടെ മാർക്സിസ്റ്റ് പാർട്ടി പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ വ്യക്തമായ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ലോക്നാഥ് ബെഹ്റയെ ഒരു പാലമായി ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ലാവ്ലിൻ കേസിൽ നിന്ന് പിണറായി വിജയൻ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു പാലമായിട്ടാണ് ലോക്നാഥ് ബെഹ്റയെ കൊണ്ടുവച്ചിരിക്കുന്നത്. BJP-യുമായി ഒരു പ്രശ്നം എന്തെന്നാൽ അവിടെയും ഒരു പ്രശ്നമുണ്ട്. നരേന്ദ്രമോദിയുടെ പാർട്ടിക്കാർ എതിർക്കുന്ന സ്ത്രീകളുടെ പ്രവേശത്തെ അനുകൂലിച്ച് അത് നടപ്പാക്കി കൊടുക്കുന്ന ലോക്നാഥ് ബെഹ്റയാണ്. അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കാനുള്ള സൗകര്യമെല്ലാം ചെയ്തു കൊടുക്കുന്നത്. പിണറായി വിജയനും ഇവിടുത്തെ മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരെയും പ്രധാനമന്ത്രിയും 40 വട്ടം സ്തുതി പാടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കേനെ. കണ്ണൂർ വിമാനത്താവളത്തിൽ ആരെ കുറിച്ചാ പറഞ്ഞത്? അപ്പൊ ഇവിടെ മനോജ് പറയുന്നത് ബിജെപിയെയും നരേന്ദ്രമോദിയും അങ്ങേയറ്റം സ്തുതി പാടുന്ന, അവർ കോശാന പാടുന്ന ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് കേരളത്തിൽ ഭരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഇതൊന്ന് പറഞ്ഞ് കോൺഗ്രസിന് ഞങ്ങളുടെ 3 സംസ്ഥാനങ്ങൾ BJP-യുടെ നെടുങ്കോട്ടകൾ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് അവരെ പരാജയപ്പെടുത്തി നിരംപരിശാക്കി. നിങ്ങളുടെ 2 MLA-മാർ രാജസ്ഥാനില് BJP-യുടെ സ്പീക്കർ തെരഞ്ഞെടുത്ത് BJP സ്ഥാനാർത്ഥിക്ക് വോട്ടിയതില്ലേ? നാണമില്ലേ? താങ്കൾ മറ്റെല്ലാ വിഷയങ്ങളും പറയുന്നുണ്ട്, അത് ശരിയാണ്, അത് ശരിയുമാണ് താനും. അതായത് താങ്കൾ പറയുന്ന വാദത്തിന് സമ്മതിക്കാവുന്നതൊക്കെ നിലപാടൊക്കെയാണ്. പക്ഷേ വാദത്തിന് സമ്മതിക്കാമെന്ന് വെച്ചാൽ വാദത്തിന് മാത്രമാണ്. പക്ഷേ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ശബരിമല വിഷയത്തിൽ ഇവർക്കിരുവർക്കും 2 അതിശക്തമായുള്ള എതിർചേരിയാണ് അവർ. അതായത് BJP-യോടൊപ്പം നിൽക്കുന്നത് കോൺഗ്രസ് മാത്രമാണ്. അതാണെങ്കിൽ ദേശീയ നേതൃത്വത്തിന്റെ അതൃപ്തിയെ മറികടന്നാണ് താനും. ഞാൻ പറയട്ടെ ഞങ്ങൾ പ്രധാനമന്ത്രിയെ കാണുന്നത് എന്ന് പറയുന്നത് കേരളത്തിലെ ജനപ്രതിനിധികളല്ല പ്രധാനമന്ത്രിയെ കാണുന്നത്. BJP നേതൃത്വത്തിലെ ഞങ്ങൾ പ്രധാനമന്ത്രിയാണ് ഞങ്ങൾ കാണുന്നത്. കേരളത്തിൽ ശബരിമലയുടെ യുവതി പ്രവേശിപ്പെട്ട് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുള്ള ഇവിടെ വിഷയങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ BJP-യും RSS-ഉം നടത്തുന്ന സമരത്തിന് എന്ത് ആത്മാർത്ഥതയാണുള്ളത്? അവർ ഇവിടെ കലാപഭൂമിയാക്കുകയാണ്, സംഘർഷഭൂമിയാക്കുകയാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. കഴിഞ്ഞ എത്രയോ മാസങ്ങളായി BJP തെരുവിൽ ഈ വിഷയം വലിച്ചെടുത്ത് ഇവിടെ ഒരു സംഘർഷഭൂമിയാക്കി കേരളത്തിൽ നിലനിൽക്കുന്ന എല്ലാ അന്തരീക്ഷവും തകർത്ത് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ ഒരു നിയമം കൊണ്ടുവരണം എന്നത് ഒരു മിനിമം ആവശ്യമാണല്ലോ. അത് എന്തുകൊണ്ട് BJP പാലിക്കുന്നില്ല? അപ്പൊ അവരെയും കൂടി അപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാവുകയില്ലേ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്? അപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാവുകയില്ലേ എന്ന ചോദ്യം ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഒന്നുകൂടി ഉന്നയിക്കാം. അതായത് താങ്കൾ അപ്പോഴും വിശ്വസിക്കുന്നത് നരേന്ദ്രമോദി ഈ കാര്യങ്ങൾ ചെയ്തു തരുമെന്നാണല്ലോ, ഈ സർക്കാർ ചെയ്തു തരുമെന്നാണല്ലോ, കേന്ദ്ര സർക്കാർ ചെയ്തു തരുമെന്നാണല്ലോ. പക്ഷെ അത് ആ നിലപാടാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഇല്ലാത്ത നിലപാടാണ്. അപ്പോൾ ഞങ്ങളുടെ അഖിലേന്ത്യാ അധ്യക്ഷന് ഇല്ലാത്ത നിലപാട് നിങ്ങൾ ചെയ്തു തരുമെന്ന് ആ പാർട്ടിയുടെ നേതാവ് കൂടെയായിട്ടുള്ള പ്രധാനമന്ത്രിയോട് ചെന്ന് ചോദിക്കുന്നത് അപമാനകരമല്ലേ എന്ന ചോദ്യം വരും. സനീഷ്, ഞങ്ങൾ പാർട്ടിയില്ല, ഞങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഞങ്ങൾ കാണുന്നത്. നിയമനിർമ്മാണം വേണമെന്ന് പറയുന്നത് ഞങ്ങൾ പ്രധാനമന്ത്രിയാണ്. പക്ഷെ അപ്പോഴും താങ്കളുടെ പാർട്ടിയുടെ അധ്യക്ഷനെ തള്ളിക്കൊണ്ടാണ് ചെല്ലുന്നതെന്ന ചോദ്യം ഉന്നയിക്കപ്പെടില്ലേ? ഞാൻ തിരിച്ചു വരാം ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഒരു നിമിഷം കൊണ്ട് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ MN കാരശ്ശേരിയും കുറെ നേരമായിട്ടിരിക്കുകയാണ്. ഞാൻ വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ MN കാരശ്ശേരി, ഇവിടെ അധികാര രാഷ്ട്രീയത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ അടുത്ത തവണ എങ്ങനെയെങ്കിലും എല്ലായിടത്തുമായിട്ട് ലോക്സഭയിൽ വിജയിക്കുക, കൂടുതൽ സീറ്റുകൾ ഉണ്ടാക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പശുക്കൊലയും പശുവുമൊക്കെ ചർച്ചയായിരുന്ന കാലത്തും ഈ കഴിഞ്ഞുപോയ തെരഞ്ഞെടുപ്പുകൾ നടന്ന 5 സംസ്ഥാനങ്ങളിലും ഏതാണ്ട് BJP-യോട് സമാനമായിട്ടുള്ള നിരവധി നിലപാടുകൾ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട്. അതായത് ഹിന്ദു വോട്ടുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ, കാരണം വിജയം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന ഒരു രാഷ്ട്രീയ ധാരണ അവർക്കുള്ളതുകൊണ്ട്. അതുകൊണ്ട് കേരളം പോലെയൊരിടത്ത് വിശ്വാസത്തിനെതിരായിട്ട് തങ്ങൾ നിൽക്കുന്നു എന്നത് ഉണ്ടാക്കാവുന്ന തിരിച്ചടി അതങ്ങോട്ട് മാറ്റിപ്പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടാകുമോ?
ഈ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് എന്ന നിലപാട് സ്വീകരിക്കുകയാണെന്ന് ദേശീയ നേതൃത്വത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ ദേശീയ നേതൃത്വം നിങ്ങളുടെ നിലപാട് നിങ്ങൾ സ്വീകരിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് അധികാര രാഷ്ട്രീയത്തിന്റെ ആംഗിളിൽ എന്ത് തെറ്റാണുള്ളത്? സനീഷ്, ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവായിരുന്നു മഹാത്മാഗാന്ധി. അദ്ദേഹമാണ് ഇന്ത്യയിൽ ആചാര ലംഘനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കാണിച്ചത്. ഐത്തത്തിനെതിരായിട്ട് ജീവിതകാലം മുഴുവൻ പൊരുതുന്ന ഒരാളാണ് ഗാന്ധി. ജവഹർലാൽ നെഹ്റു 17 കൊല്ലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. കോൺഗ്രസിന്റെ വേറെ ഒരു സമുന്നതനായ നേതാവാണ്. ഭരണഘടനയെ പറ്റി പറയുമ്പോഴൊക്കെ നെഹ്റുവിന്റെ പിടിവാശി കൊണ്ടാണ്, നെഹ്റുവിന്റെ ദീർഘവീക്ഷണം കൊണ്ടാണ് അത് ആ അളവിൽ പാസ്സാക്കാൻ പറ്റുന്ന വലിയ സത്യമാണ്. അപ്പോൾ ആ ഭരണഘടന വഴി നിലവിൽ വന്ന സുപ്രീം കോടതിയെ മാനിക്കുന്നില്ല എന്ന് കോൺഗ്രസ്സുകാർ ആരോടാ പറയുക? അപ്പോൾ ഭരണഘടന, സ്ത്രീ പുരുഷ സമത്വം, പൗരാവകാശം, സുപ്രീം കോടതി തുടങ്ങിയുള്ള കാര്യങ്ങളെപ്പറ്റി ആദ്യം ശ്രദ്ധ കൊടുക്കേണ്ട കൂട്ടര് കോൺഗ്രസ്സുകാരാണ്. കാരണം അതിവിടെ തുടങ്ങിയത് അവരാണ്. ഞാൻ ആവർത്തിക്കുകയാണ്, 100 കൊല്ലമായി കോൺഗ്രസിന്റെ ആ പാരമ്പര്യത്തിന് 100 കൊല്ലം. അപ്പോൾ മഹാത്മാഗാന്ധി 1915 സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് അവിടുത്തെ എല്ലാ പണികളും അവസാനിപ്പിച്ച് വന്നത്. അതിനുശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള മിക്ക പണികളും, ഞാനത് ആവർത്തിക്കുകയാണ്, 24 വൈക്കം സത്യാഗ്രഹം, 31 ഗുരുവായൂർ സത്യാഗ്രഹം എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യങ്ങളൊന്നല്ല. അതിന്റെ പാരമ്പര്യത്തിലാണ് കോൺഗ്രസ് ഉണ്ടാവേണ്ടത്. അപ്പൊ ഇവിടെ BJP ഈ വോട്ട് തട്ടിക്കൊണ്ടുപോകും എന്ന തരത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാടിനെതിരായിട്ടൊരു നിലപാട് കോൺഗ്രസ് എടുക്കുക. ഇതുപോലെ BJPയിൽ തന്നെ കേന്ദ്ര നേതൃത്വത്തിനെതിരായ നിലപാട് ഇവിടെ സംസ്ഥാന നേതൃത്വം എടുക്കുക. ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങളെ പരിഹസിക്കുന്ന ഏർപ്പാടാണ്. കേരളത്തിലെ പൊട്ടന്മാരാണ്, ഇവരൊന്നും TV കാണുന്നില്ല, ഇവരൊന്നും പത്രം വായിക്കുന്നില്ല, ഇവർക്കൊന്നും ഒരു രാഷ്ട്രീയ നിലപാടും തിരിയില്ല. എനിക്ക് മനസ്സിലായിട്ടില്ല സ്ത്രീ പുരുഷ സമത്വത്തെ പറ്റി ഡൽഹിയിലുള്ള നിലപാടും തിരുവനന്തപുരത്തെ നിലപാടും രണ്ടാണ്. രാഹുൽ ഗാന്ധിയുടെ നിലപാടല്ല മുല്ലപ്പള്ളി രാമേന്ദ്രൻ. അതിന് നിലപാട് എന്ന് പറയുമോ? അല്ലെങ്കിൽ കേന്ദ്ര BJP നേതൃത്വ നിലപാടല്ല ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിന്. അതെന്താ നിലപാടെന്ന് പറയുന്നത്? മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ഫട്നാവിസ് BJP-കാരനാണല്ലോ. അദ്ദേഹത്തിന്റെ നിലപാടല്ല ഇവിടുത്തെ PS ശ്രീധരൻപിള്ളയ്ക്ക്. അതെങ്ങനെ നിലപാടാവുക? അപ്പോ വിശ്വാസികളെ, നേരെ പറഞ്ഞാൽ അവർ മണ്ടന്മാരാണ് എന്ന് വിചാരിച്ച് ഞങ്ങൾ വിശ്വാസത്തിന്റെ കൂടെയാണ്. ഏതിനാ അവർക്ക് വിശ്വാസം? ഭരണഘടനയിലോ ജനാധിപത്യത്തിലോ പൗരാവകാശത്തിലോ അല്ലെങ്കിൽ അവരുടെ തന്നെ ചരിത്രത്തിലോ അവരുടെ പാരമ്പര്യത്തിലോ? എനിക്ക് അത്ഭുതം തോന്നുകയാണ്, യാതൊരു ലജ്ജയില്ലാതെ കോൺഗ്രസ് ഇങ്ങനെ പെരുമാറുന്നല്ലോ. എനിക്ക് വളരെ കഷ്ടം തോന്നുന്നുണ്ട്. കാരണം ദേശീയ പ്രസ്ഥാനത്തെ പറ്റിയൊക്കെ വളരെ അഭിമാനമുള്ള ആളുകളാണ് നമ്മളൊക്കെ. അപ്പൊ അതിന്റെ അവകാശം മുഴുവൻ, അതിന്റെ പാരമ്പര്യം മുഴുവൻ എല്ലാ നിലയ്ക്കും അവകാശപ്പെടുന്ന കോൺഗ്രസ് ഇപ്പോ BJP-യെ തോൽപ്പിക്കണം. ഏത് കാര്യത്തിൽ? ഈ അനാചാരത്തെയും അന്ധവിശ്വാസത്തെയും പിന്തുണച്ച് ഞങ്ങൾ വിശ്വാസികളുടെ കൂടെയാണ് എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങുക, അധികാരം നേടുക എന്ന തരത്തിൽ അധികാരത്തിന് വേണ്ടി നിലപാട് മാറ്റുന്നതിനെ രാഷ്ട്രീയം എന്ന് പറയില്ല, അതിനെയാണ് അവസരവാദം എന്ന് പറയുക. അതുകൊണ്ട് അധികാരം കിട്ടും എന്നുള്ളത് കൊണ്ട് ഒന്ന് ശരിയാണെന്ന് വിചാരിക്കുന്നത് ന്യായീകരിക്കാമോ എന്നാണ് സനീഷ് ചോദിക്കുന്നത്. അങ്ങനെ ആര് ന്യായീകരിക്കുന്നുണ്ടെങ്കിലും യാതൊരു സംശയം എനിക്കില്ല, അതിനെ രാഷ്ട്രീയ നിലപാട് എന്നോ നവോത്ഥാനമെന്നോ ഒന്നും പറയില്ല. ഇത് മുഴുവൻ രാഷ്ട്രീയ കളിയാണ്. സാമൂഹ്യ പരിഷ്കരണം, സാമൂഹ്യ നവോത്ഥാനം തുടങ്ങിയുള്ള വാക്കുകളൊന്നും ഈ സന്ദർഭത്തിൽ ഉപയോഗിച്ചുകൂടാ. ആ വാക്കുകൾക്കൊക്കെ വലിയ അർത്ഥമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് ഞാൻ തിരിച്ചു വരാൻ താങ്കളിലേക്ക്. ശ്രീ PM മനോജ്, ഇവിടെ കോൺഗ്രസിന്റെ കാര്യം നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം. ഈ BJP-യുടെ നിലപാട്, ഞങ്ങളുടെ ദേശീയ ചാനലിലെ ചർച്ചയിലാണ് B മുരളീധരൻ MP ഈ സ്ത്രീകൾ പ്രവേശിക്കുന്നതിൽ പിശകൊന്നുമില്ല, സ്ത്രീകൾക്ക് പ്രവേശിക്കാനുള്ള അവകാശമുണ്ട്, അവർക്ക് സുരക്ഷ കൊടുത്ത സർക്കാരിൻ്റെ നിലപാടും ന്യായീകരിക്കത്തക്കതാണ്, അങ്ങനെ സർക്കാർ ചെയ്തതിൽ തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം ഇത് ഇന്നത്തേക്കത് തിരുത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് അദ്ദേഹം മാറ്റി പറയുകയും ചെയ്തിട്ടുണ്ട്. ദേശീയ തലത്തിൽ ഈ സ്ത്രീകളുടെ പ്രവേശനം സാധ്യമാകാം, സ്ത്രീകളുടെ പ്രവേശനം അനുകൂലമായ നിലപാടെടുക്കുന്നതാണ് ഇരുവർക്കും ഗുണകരം എന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ടോ? അതപ്പോൾ ഏത് നിലക്കായിരിക്കും വരും ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇരട്ട നിലപാടുകൾ സംഘർഷത്തിലായിട്ട് പോവുക? അതിലിടയ്ക്കൊരു കാര്യം പറയട്ടെ. ഇന്ന് ജനുവരി 4 ജനുവരി 6 രാജസ്ഥാനിലെ നിയമസഭ ചേരുന്നത്. അതായത് ഇതുവരെ ആ നിയമസഭ ചേർന്നിട്ടില്ല. ജനുവരി 6 അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ആ 6 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ
ഇപ്പോഴ് CPM 2 അംഗങ്ങൾ വോട്ട് ചെയ്തു എന്ന് സംഘപരിവാറുകാർ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ആ പ്രചാരണം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ്, കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ്, പാർലമെൻറ്റ് അംഗം, ഇവിടെ പറഞ്ഞത് ഒട്ടും ശരിയായിട്ടില്ല. അത് അദ്ദേഹം ഇപ്പോൾ ഇവിടെ തിരുത്തുമില്ല, മാപ്പും പറയില്ല. പക്ഷേ ഇനിയെങ്കിലും അത് പറയാതിരിക്കണം എന്നൊരു അഭ്യർത്ഥന ഞാൻ നടത്തുകയാണ്. ഒന്ന്. രണ്ടാമത്തത് BJPയുടെ നിലപാടിൻ്റെ കാര്യമാണ്. ഇപ്പോൾ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസമുള്ള ഇൻ്റർവ്യൂവിൽ ഇന്ദു മൽഹോത്രയുടെ വിധിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവരും ഇപ്പോഴ് ഏത് നിലപാടെടുക്കണം? സുവർണാവസരത്തിൻ്റെതാണല്ലോ പ്രശ്നം. യഥാർത്ഥത്തിൽ ഇന്ന് സഖാവ് കോടിയേരി പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യമുണ്ട്. അത് ഈ BJP സോഷ്യൽ മീഡിയയിലൂടെ ശബരിമല ക്ഷേത്രം തകരണം എന്ന് പ്രചരിപ്പിക്കുന്നവരാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് പറശ്ശിനി മടപ്പുര. ആ പറശ്ശിനി മടപ്പുര സ്വന്തം കയ്യിൽ ഇല്ല എന്നതുകൊണ്ട് സ്വന്തമായിട്ട് മറ്റൊരു മടപ്പുര ഉണ്ടാക്കാൻ തുടങ്ങിയ ആളുകളാണ് ഈ BJPക്കാർ. അവർക്ക് ശബരിമലയുടെ ചില സെക്കുലർ സ്വഭാവങ്ങളുണ്ട്. ശബരിമലയ്ക്ക് അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതല്ല. അത് തകർക്കണമെന്ന് കേരളത്തിൽ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം പടർന്ന് അവിടെ ഇന്ദു മൽഹോത്രയുടെ വിധിയെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരസ്യമായി പറയുന്നതിലേക്കടക്കം അവിടെ എത്തിയിരിക്കുന്നു. അതിൻ്റെ ഉദാഹരണം സ്ത്രീ സമത്വം ഒന്നും ഒരിക്കലും അംഗീകരിക്കുന്നല്ലോ അവരല്ലോ ഇവർ. ഇതിപ്പോൾ പുറമേക്ക് പറയുമ്പോൾ കോൺഗ്രസ് ഇപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. പുറമേക്ക് പറയുമ്പോൾ സ്ത്രീ സമത്വത്തെക്കുറിച്ചും സ്ത്രീയും പുരുഷനും ഒരേപോലെ തുല്യ അവകാശം, ഭരണഘടനയ്ക്ക് മുമ്പിൽ തുല്യ നീതി, അത് നിയമത്തിൻ്റെ തുല്യ പരിരക്ഷ എന്നൊക്കെ ഇവർ പറയും. പക്ഷേ അവരുടെ അടിസ്ഥാന മനുവാദികളല്ലേ, ചാതുർവർണ്ണയമാണല്ലോ അവരുടെ ഏറ്റവും വലിയ മതം. അതുകൊണ്ട് അതിലേക്ക് പോകുന്നവർ ഏതെങ്കിലും തരത്തിൽ സ്ത്രീ സമത്വത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായൊരു നിലപാടെടുത്ത് മുന്നോട്ട് പോകുമെന്നല്ല കാണേണ്ടത്. മറിച്ച് ആദ്യം പ്രഖ്യാപിച്ചു, ഹരിയുടെ ലേഖനമുണ്ടല്ലോ, R. ഹരി ഇവരുടെ ബൗദ്ധിക് പ്രമുഖാണല്ലോ, അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇറങ്ങിയിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞ് ആരൊക്കെ, ബയ്യാജി ജോഷി, അതുപോലെ RSSൻ്റെ പ്രമുഖ നേതാക്കൾ, ഇവരാകെ പറഞ്ഞല്ലോ ഈ വിധിയെക്കുറിച്ച്, ഈ വിധിയുടെ മഹത്വത്തെക്കുറിച്ച്. തൊട്ടടുത്ത ദിവസം കൈക്കില കൂട്ടാതെ അതൊക്കെ മറിച്ച് നേർ വിപരീത നിലപാടിലേക്ക് എത്താൻ അവർക്ക് ഒരു മടിയുണ്ടായിട്ടില്ല. അത് 4 വോട്ടിന് വേണ്ടിയാണ്. അവിടെയാണ് 4 വോട്ടിന് വേണ്ടിയാണ് എന്ന ചോദ്യം. പക്ഷേ ഇപ്പോഴെങ്കിലും നമ്മൾ ആ നിലക്ക് ചർച്ച ചെയ്യേണ്ടതല്ലേ? 4 വോട്ടിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ വോട്ട് ആ നിലപാടിനാണ് കിട്ടുക എന്നത് മനസ്സിലാക്കിയത് കൊണ്ട് ഈ 2 രാഷ്ട്രീയ പാർട്ടികളും നിലപാട് മാറ്റുന്നു എന്ന് വെക്കുക. അത് നല്ല തോതിൽ അവർക്ക് ഗുണം ചെയ്യുകയില്ലേ? സാധാരണഗതിയിൽ ഈ നാട്ടിലെ വിശ്വാസികൾക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്ത്രീകൾ അങ്ങോട്ട് പ്രവേശിക്കരുത് എന്ന നിലപാടാണുള്ളത്. അതുകൊണ്ട് ആ നിലപാടിനാണ് കൂടുതൽ വോട്ട് കിട്ടുക എന്നത് ആ നിലക്ക് തന്നെ കാണേണ്ടതില്ല. എന്ന് വെച്ചാൽ ഈ വിശ്വാസികൾക്ക് ഇതാണ് അവരുടെ വിശ്വാസമായിട്ടുള്ളത്, അങ്ങോട്ട് ആളുകൾ പ്രവേശിക്കരുത്. അപ്പോൾ അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ വിശ്വാസികളുടെ വികാരത്തെ വല്ലാത്ത തോതിൽ വ്രണപ്പെടുത്തുകയാണ് എന്ന അവരുടെ ആക്ഷേപം നിലനിൽക്കുകയില്ലേ? ഇതിപ്പോൾ നമ്മൾ വലിയ തോതിൽ അതിക്രമങ്ങളും പ്രശ്നവും ഒക്കെ കാണുന്നത് കൊണ്ട് അത് മാത്രമാണ് കാണുന്നത്. പക്ഷേ കോൺഗ്രസ് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അക്രമത്തിനൊന്നും പോകാതെ ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന ആ നിലപാട്, അതോട് ചേർന്ന് നിൽക്കുകയായിരിക്കും ആളുകൾ ചെയ്യുക. അല്ലാതെ എങ്ങനെയാണെങ്കിലും എന്ത് പ്രശ്നമുണ്ടാക്കിയാലും അങ്ങോട്ട് സ്ത്രീകളെ കയറ്റി അടങ്ങുമെന്നൊരു സർക്കാർ നിലപാടെടുക്കുന്നതിനെതിരായിട്ടാണ് ആളുകളുടെ വോട്ട് വരിക എന്ന രാഷ്ട്രീയ നിലപാടിനെ ആ നിലക്ക് കാണേണ്ടതല്ലേ? അതിനുള്ള ഉത്തരമാണ് ശ്രീ MN കാരശ്ശേരി വളരെ കൃത്യമായിട്ട് ഇതിനു മുമ്പ് പ്രവർത്തിക്കുന്നില്ല. ഇവിടെ ഒഴുക്ക് നീന്തി ആ ഒഴുക്കിൻ്റെ കൂടെ പോയി വോട്ട് എത്തിപ്പിടിക്കാം, സുവർണാവസരം മുതലെടുക്കാം എന്ന് ശ്രീധരൻപിള്ള പരസ്യമായി പറയുന്നത് നമ്മൾ കേട്ടു, രഹസ്യമായി പറയുന്നത് പരസ്യമായി കേട്ടു. അതേ നിലപാട് കോൺഗ്രസും എടുത്തു. പക്ഷെ എന്താ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം വനിതാ മതിൽ നടന്നല്ലോ ജനുവരി 1-ന്. ഇവരൊക്കെ പ്രചരിപ്പിച്ചെന്താ, വനിതാ മതിൽ ആള് വരൂല്ല എന്നല്ല, വരാതിരിക്കാൻ അവർക്ക് പറ്റുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചു. എന്താ കേരളത്തിൽ സംഭവിച്ചത്? 55-60 ലക്ഷം ആളുകളാണ് വന്നത്, വനിതകൾ, ആണുങ്ങൾ പുറമേ. ഇത് കേരളത്തിലെ ആകെ വനിതകൾ എടുത്താൽ അതിൽ 3-ൽ 1 അവിടെ വന്നത്. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ പേരിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് വൈകാരികമായി കാര്യങ്ങളെ കണ്ട് അങ്ങനെ കാണാൻ പ്രേരിപ്പിച്ച് ഈ കുലസ്ത്രീകളെ രംഗത്തിറക്കിയല്ലോ, നാമജപ ഘോഷയാത്ര നടത്തിയല്ലോ. നാമജപത്തെ പോലും നമ്മൾ അയ്യപ്പ ശരണം വിളിച്ച് പൂത കാണാറുണ്ട്, അതിനെപ്പോലും അശ്ലീലമാക്കി ഒരുമാതിരി തല്ലാൻ പോകുന്ന മട്ടിൽ കൈയടിച്ചുകൊണ്ട് തെറി വിളിക്കുന്ന മട്ടിൽ നാമജപം നടത്തിയിട്ടാണല്ലോ ഇവർ ഇത്രനാളും നടത്തിയത്. ഇത് വിശ്വാസത്തിൻ്റെ പേരിൽ ഇതിനെ രാഷ്ട്രീയമായി കൺവേർട്ട് ചെയ്യാമെന്നും അതിൻ്റെ ഭാഗമായി വോട്ട് നേടാമെന്നും BJP കണ്ടു, കേരളത്തിലെ BJP കണ്ടു. അതിന് ചിലപ്പോൾ അവരുടെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ അനുവാദവും ഉണ്ടാകാം. കാരണം അവരങ്ങനെ ഏതെങ്കിലും നയത്തിലോ അല്ലെങ്കിൽ നീതിയിലോ മറ്റേതെങ്കിലും സമീപനത്തിലോ ഉറച്ചു നിൽക്കുന്ന പാർട്ടിയല്ല. ഇവിടെ കോൺഗ്രസ് അത് കണ്ട് അതിനെ ഈച്ച കോപ്പി അടിക്കാൻ പോയി. ആ കോപ്പിയടിയുടെ ദുരന്തമാണ് അവർ അനുഭവിക്കുന്നത്. ഇവരുടെ രാഷ്ട്രീയ നിലപാട് ശരിയാണെങ്കിൽ രാമൻ നായർ ഇവരുടെ കൂടെയല്ലേ നിൽക്കേണ്ടത്? പ്രമീളാദേവി ഇവരുടെ കൂടെയല്ലേ നിൽക്കേണ്ടത്? എന്തുകൊണ്ടാണ് അവർ BJPയിലേക്ക് പോയത്? ഇവരെക്കാൾ തീവ്രമായ വർഗീയ നിലപാട് BJPക്കാണ് എന്ന് കണ്ടതുകൊണ്ടാണ്.
അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കോൺഗ്രസ് ഈ ഉപ്പുവെച്ച കലം പോലെ ദ്രവിച്ച് കൊണ്ടിരിക്കുകയാണെന്ന്. കാരണം സ്വന്തമായൊരു നിലപാട് വേണ്ടേ? ഏതെങ്കിലും കാര്യത്തിൽ ആർജവത്തോടെ പറയാൻ കഴിയണ്ടേ ഞങ്ങളുടെ നിലപാട് ഇതാണ്, ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറയുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ പേരിൽ അക്രമ പേക്കൂത്താടുന്ന സംഘപരിവാറിനൊപ്പമല്ല ഞങ്ങൾ എന്ന് പറയാനുള്ള ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, അതെങ്ങനെയാണ് ഞങ്ങളുടെ നിലപാടും BJPയുടെ നിലപാടും വ്യത്യസ്തമായതാണ് എന്ന് സ്ഥാപിക്കാനാവുക? രണ്ടുപേരും ചെയ്യുന്നത് ഒരേ കാര്യമാണ് എന്ന് വെച്ചാൽ ചെയ്യുന്ന ഒരേ കാര്യമല്ലെങ്കിലും രണ്ടുപേരുടെ നിലപാട് ഒറ്റ കാര്യം ഒന്നാണ്, CPMൻ്റെത് അപ്പുറത്ത് നിൽക്കുകയുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് സ്ഥാപിക്കാനാവുക? ഞങ്ങൾ BJPയെ പോലെയല്ല, ഞങ്ങൾ വേറിട്ട ആളുകളാണ് എന്ന് എങ്ങനെയാണ് ജനത്തിന് മനസ്സിലാവുക? മിസ്റ്റർ മനോജ്, കോൺഗ്രസ് ഒരിക്കലും ഉപ്പുവെച്ച കലമല്ല. ഉപ്പുവെച്ച കലമായിക്കൊണ്ടിരിക്കുന്നത് CPM ആണ്. ഞങ്ങൾ അതിശക്തമായി തിരിച്ചു വരികയാണ്. ഉത്തരേന്ത്യയിൽ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു. ഞങ്ങൾ ഉപ്പുവെച്ച കലമെന്ന് വിവരക്കേട് പറയല്ലേ. ഉപ്പുവെച്ച കലമെന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങൾ ത്രിപുരയിൽ, ദക്ഷിണ ബംഗാളിൽ നിങ്ങൾക്ക് കെട്ടിവെച്ച പൈസ കിട്ടുന്നുണ്ടോ? എവിടെ നിങ്ങൾ നിൽക്കുന്നത്? ഈ കേരളത്തിൽ പിണറായി വിജയൻ ഈ കാണിക്കുന്ന ഇത്തരത്തിലുള്ള വേലത്തരങ്ങൾ കൊണ്ട് പിടിച്ചിരിക്കാൻ നോക്കുകയാണ്. ഇവിടെ വനിതാ മതിൽ സൃഷ്ടിച്ച് ശബരിമലയില് കുഴപ്പങ്ങൾ ഉണ്ടാക്കി, ഇവിടെ വർഗീയത വാളിക്കത്തിച്ച് ഇവിടെ വിഭജനം ഉണ്ടാക്കി, ജാതീയമായ വിഭജനം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു മുഖ്യമന്ത്രി കാണിക്കുന്ന വിവരക്കേടും വൃത്തികേടുകളും അതിന്റെ ദുരന്ത ഫലമല്ലേ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ സമുദായ സൗഹാർദ്ദവും മതപരമായ സൗഹാർദ്ദവും നിന്ന ഒരു സംസ്ഥാനത്തെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ച ഈ മുഖ്യമന്ത്രിയുടെ കീഴിൽ ഈ സംസ്ഥാനം സുരക്ഷിതമാണോ? അതായത് ഇന്നിപ്പോൾ വി മുരളീധരൻ തന്നെയും പറയുന്നത്, BJP നേതാവ് വി മുരളീധരൻ തന്നെയും പറയുന്നത് എന്താണ്? ഈ സ്റ്റേറ്റിൽ നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണല്ലോ. അത് ചെയ്യുകയാണല്ലോ മുഖ്യമന്ത്രി ചെയ്യുന്നത്. അതേസമയം സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും, സോണിയാഗാന്ധിയുടെ നിലപാട് താങ്കൾ പറഞ്ഞതനുസരിച്ച് ഞാൻ മാറ്റിവെക്കുന്നു, രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുള്ള നിലപാടാണ് ഈ യുവതീ പ്രവേശത്തിന് അനുകൂലമാണ് എന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിക്കുള്ള നിലപാട് വി മുരളീധരൻ എതിർപ്പില്ലാത്ത ഒരു സുപ്രീം കോടതി വിധി നടപ്പാക്കൽ, ആ കാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയെ എങ്ങനെ ആക്ഷേപിക്കാനാണ്? എങ്ങനെയാണ് നാട്ടുകാർക്ക് മുന്നിൽ അദ്ദേഹം ചെയ്യുന്നത് ശരിയല്ല എന്ന് സ്ഥാപിക്കുക കോൺഗ്രസ്? ഞാൻ സനീഷ് യാഥാർത്ഥ്യബോധം അകന്നുകൊണ്ടുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ കാണാതെ കേവലം സാങ്കേതികത്വം പറഞ്ഞ് സനീഷ് മുഖ്യമന്ത്രിയുടെ നടപടികളെ ന്യായീകരിക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. കേരളത്തിലെ വിശ്വാസി സമൂഹം തെരുവിലാണ്. കേരളത്തിലെ വിശ്വാസികൾ ആകെ ആശങ്കയിലാണ്. ശബരിമല പോലെയുള്ള അയ്യപ്പന്റെ പുണ്യ പൂങ്കാവനത്തെ അതിനെ പാപഭംഗിലമാക്കിയ ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. എന്തെന്നാൽ ഈ പറയുന്ന രണ്ട് സ്ത്രീകൾ കയറിപ്പോയി, പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായില്ല. നാട് ചെറിയ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി, പക്ഷേ എന്നാലും അതൊക്കെ അടങ്ങുകയാണ്. ഇന്നിപ്പോൾ ഒരു സ്ത്രീ കയറിപ്പോയി, ഒരു ശുദ്ധിക്രിയ പോലും അവിടെ നടന്നിട്ടില്ല. ആളുകൾ പതിവ് പോലെ വിശ്വാസികൾ അവിടെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും അപകടം ഉണ്ടാകുന്നേ ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ശബരിമലയെ സംബന്ധിച്ച് വിശ്വാസികൾ അവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇവിടെ സുപ്രീംകോടതി വിധിയെ റിവ്യൂ ഹർജി കൊടുത്ത് വിശ്വാസികൾക്ക് അനുകൂലമാക്കി മാറ്റണമെന്നുള്ള ആവശ്യത്തെ പോലും നിരാകരിച്ച ഒരു മുഖ്യമന്ത്രി, ഈ കലാപങ്ങൾക്ക് വഴിമരുന്നിട്ട് കൊടുത്ത മുഖ്യമന്ത്രി തന്നെ പിണറായി വിജയൻ. കേരളത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പോ ഈ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള തന്റെ അഹങ്കാരവും ധിക്കാരവും ദാസ്യവും അത് കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന് മുന്നിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതാണ് ഇടപെട്ടുകൊണ്ട് ശ്രീ കൊടുക്കുന്നത്. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ എം.എൻ. കാരശ്ശേരി, ഇവിടെ അദ്ദേഹം പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ട്. നാട്ടിൽ വലിയ തോതിലുള്ള പ്രതിഷേധം പരിപാടികൾ, അക്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ 3 ബോംബേറുണ്ടായത്. 100 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 100 KSRTC ബസ്സുകൾ തകർക്കപ്പെട്ടു. വലിയ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. വായനശാല തീയിട്ട് നശിപ്പിച്ചു. അങ്ങനെ വലിയ തോതിലുള്ള കുഴപ്പം ഇന്നലെയും ഇന്നുമായിട്ടുണ്ടായിട്ടുണ്ട്. ഈ അക്രമ സംഭവങ്ങളിലേക്ക് പോകാതെ കാര്യങ്ങൾ അങ്ങ് പരിഹരിക്കാമായിരുന്നു മുഖ്യമന്ത്രിക്കും സർക്കാരിനും എന്ന കോൺഗ്രസിന്റെ നിലപാട് സ്വീകരിക്കപ്പെടുമോ നാട്ടിൽ? അതിലൊരു പോയിന്റ് ഉണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് MP പറയുന്നതിലൊരു കാര്യമുണ്ട്. എന്താന്ന് വിചാരിച്ചാൽ, ഒരു വെല്ലുവിളിയുടെ സ്വഭാവം സാമൂഹ്യ നവോത്ഥാനത്തിനും സാമൂഹ്യ പരിഷ്കരണത്തിനും ചേരുന്നതല്ല. തീർച്ചയായിട്ടും ഈ കോടതി വിധി വരുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതത്തെപ്പറ്റി, അത് നടപ്പാക്കുന്ന രീതികളെപ്പറ്റി, അതിന് മറ്റുള്ളവരുടെ വിശ്വാസം നേടുന്നതിനെപ്പറ്റി
ഗവൺമെന്റ് ആലോചിച്ചിട്ടില്ല. ഗവൺമെന്റ് അത് ആലോചിച്ചത് പിറവത്തെ ചർച്ചിന്റെ കാര്യത്തിൽ ആലോചിച്ചു. അത് നമ്മളിപ്പോൾ കാണുന്നതാണ്. അപ്പോൾ കേരള ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെ പറ്റി ആലോചിക്കുകയും സ്ത്രീ പുരുഷ സമത്വം, പൗരാവകാശം, കോടതി വിധി, ഭരണഘടനാ അവകാശം തുടങ്ങിയുള്ള കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ തന്നെ നാട്ടിൽ സംഘർഷമില്ലാതെ നോക്കുക എന്നുള്ളത് ഭരണകക്ഷിയുടെ ഉത്തരവാദിത്തമാണ്. അതാണ് ഞാൻ ഇടപെട്ടുകൊണ്ട് ശ്രീ കാരശ്ശേരി ഒന്ന് സമയം കഴിഞ്ഞു പോയതുകൊണ്ടാണ്. പക്ഷെ അപ്പോഴും ഒരു പുതിയൊരു പോയിന്റ് അതിനകത്ത് വന്നുകൊണ്ട് ശ്രീ പി എം മനോജിലേക്ക് ചർച്ച അവസാനിപ്പിക്കണ്ടോ? എന്നോട് ക്ഷമിക്കണം ശ്രീ കാരശ്ശേരി. ശ്രീ പി എം മനോജ് ഒറ്റ മിനിറ്റ് പോലും ഇല്ല. താങ്കൾക്ക് അദ്ദേഹം ഒരു എതിരഭിപ്രായം, ഒരു വ്യത്യസ്തമായ നിലപാട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ അവധാനതയാകാമായിരുന്നു. ശബരിമലയിൽ 2 യുവതികൾ കയറി മണിക്കൂറുകൾക്ക് ശേഷമാണ് സ്ഥിരീകരിക്കപ്പെട്ടത്. ആ സ്ഥിരീകരിക്കപ്പെട്ട് മണിക്കൂറുകളോളം അവിടെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ആരും അതിനെതിരായിട്ട് പറഞ്ഞിട്ടില്ല. ആരും അവിടെ കുഴപ്പമുണ്ടാക്കിയിട്ടില്ല. ആ കണ്ട ആളുകൾ അയ്യപ്പന്മാർ സഹായിക്കല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആസൂത്രിതമായ കുഴപ്പം കേരളത്തിലുണ്ടായത്. അതുകൊണ്ട് ഇതൊക്കെ സ്വാഭാവികമായ പ്രതിഷേധമാണ്, ഭക്തരുടെ പ്രതിഷേധമാണ് എന്ന് പറഞ്ഞു വെച്ച് അതിൻ്റെ മുകളിൽ ചർച്ച നടത്തുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ നന്ദി ശ്രീ പി എം മനോജ്. ശ്രീ എം എൻ കാരശ്ശേരി, ഞാനത് ഇടയ്ക്ക് കയറി ഇടപെട്ടത് എൻ്റെ സമയം കടന്നുപോയതുകൊണ്ടാണ്. അങ്ങനെ ഒരു പുതിയൊരു പോയിന്റ് വന്നതുകൊണ്ട് അദ്ദേഹത്തിനൊരു മറുപടി പറയാനുള്ള അവസരം കൊടുത്തതുമാണ്. വളരെ നന്ദി ശ്രീ കാരശ്ശേരി, ശ്രീ പി എം മനോജ്, ശ്രീ കൊടിക്കുന്ന് സുരേഷ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. കോൺഗ്രസിന്റെ നിലപാട് ദേശീയ നേതൃത്വം തള്ളിയോ എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. ഞങ്ങളോട് പ്രതികരിച്ച പ്രേക്ഷകരിൽ 84% പേരും തള്ളി എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയ നേതൃത്വം ഇവരുടെ കേരള നേതൃത്വത്തിൻ്റെ നിലപാടിനെതിരാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. 16% പേർക്ക് മാത്രമേ മറിച്ചൊരു അഭിപ്രായമുള്ളൂ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.